ഇപ്പോഴിതാ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭാ സമ്മേളനത്തിനിടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയെ ഓടിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ മാധ്യമപ്രവർത്തകർ. അതിർത്തി കടന്നുള്ള ഭീകരതയെക്കുറിച്ച് ഇന്ത്യൻ പത്രപ്രവർത്തകൻ ചോദ്യം ചോദിച്ചപ്പോൾ പാപ്പരായ പാകിസ്ഥാൻ പ്രധാനമന്ത്രിക്ക് നാണക്കേടാനുള്ള ഒരു സാഹചര്യം നേരിടേണ്ടി വന്നു. അതോടുകൂടി ഈ വാർത്താ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ് അവിടെ ഷഹബാസ് ഷെരീഫ് ചെയ്തത്. ഷഹബാസ് ഷെരീഫ് മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാതെ ഇറങ്ങിപ്പോവുകയായിരുന്നു. ഷഹബാസ് ഷെരീഫ് പാകിസ്ഥാൻ പ്രതിനിധി സംഘത്തോടൊപ്പം നടക്കുമ്പോഴാണ് സഭയ്ക്കുള്ളിൽ ഈ സംഭവം നടന്നത്. ആ നിമിഷം അതിർത്തി കടന്നുള്ള ഭീകരതയെക്കുറിച്ച് ANI പത്രപ്രവർത്തക ആയുഷി അഗർവാൾ മൂർച്ചയുള്ള ഒരു ചോദ്യം ഉന്നയിച്ചു. അത് ഭീകര രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അമ്പരപ്പിച്ചു എന്നുള്ളതാണ് വേറൊരു കാര്യം. പ്രധാനമന്ത്രി ഷെരീഫ്, അതിർത്തി കടന്നു വരുന്ന ഭീകരതയെ എപ്പോഴാണ് നിങ്ങൾ തടയുക എന്ന് ഇന്ത്യൻ പത്രപ്രവർത്തകൻ ചോദിച്ചു. പ്രതികരിക്കാൻ കഴിയാതെ ഷെരീഫ് തന്റെ പ്രതിനിധി സംഘത്തോടൊപ്പം നിശബ്ദനായി നടന്നു. വെള്ളിയാഴ്ച ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയെ അഭിസംബോധന ചെയ്ത ഷെരീഫ് ഇന്ത്യക്കെതിരെ വിഷം വമിപ്പിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധങ്ങളെക്കുറിച്ച് പരാമർശിച്ച അദ്ദേഹം പാകിസ്ഥാൻ സൈന്യത്തിന്റെ മുതുകിൽ പോലും തട്ടി എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഓപ്പറേഷൻ സിന്ദൂറിനിടെ യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ സൈന്യം അപേക്ഷിച്ചു എന്നാണ് ഇന്ത്യ പറഞ്ഞത്. അതായത് പാകിസ്ഥാനെ സമ്പൂർണ്ണമായിട്ടും വലിച്ചു കീറിയാണ് ഇന്ത്യ ഐക്യരാഷ്ട്രസഭയിൽ തങ്ങളുടെ പ്രസംഗം മുന്നോട്ട് വെച്ചത്. മെയ് മാസത്തിൽ ഓപ്പറേഷൻ സിന്ദൂറിനിടെ പാകിസ്ഥാൻ സൈന്യം യുദ്ധം അവസാനിപ്പിക്കാൻ അഭ്യർത്ഥിച്ചു എന്ന് സഭയുടെ പൊതുസഭയിൽ നിന്നുള്ള ശക്തമായ പ്രതികരണത്തിൽ ഇന്ത്യ പറഞ്ഞു. ന്യൂഡൽഹിക്കും ഇസ്ലാമാബാദിനും ഇടയിലുള്ള പ്രശ്നങ്ങൾ ഇടപെടാൻ മൂന്നാം കക്ഷിക്ക് ഇടമില്ലെന്ന് ഉറപ്പിച്ച് ഇന്ത്യ അവിടെയും പറഞ്ഞു. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ അസംബന്ധ നാടകീയങ്ങളാണ് രാവിലെ ഈ അസംബ്ലിയിൽ കണ്ടത്. ഇവരുടെ വിദേശ നയത്തിന്റെ കേന്ദ്രബിന്ദുവായ ഭീകരതയെ വീണ്ടും മഹത്വവൽക്കരിച്ചു. ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം ദൗത്യത്തിന്റെ ഫസ്റ്റ് സെക്രട്ടറി പെറ്റൽ ഗെഹ്ലോട്ട് വെള്ളിയാഴ്ച UN ജനറൽ അസംബ്ലിയിൽ ഇന്ത്യയുടെ മറുപടി അവകാശം അവതരിപ്പിച്ചുകൊണ്ടാണ് ഇക്കാര്യം പറഞ്ഞത്. ഏപ്രിൽ 22-ന് 26 സാധാരണക്കാരുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ഭീകരാക്രമണം തന്നെയാണ് ഐക്യരാഷ്ട്രസഭയുടെ ഹൈലൈറ്റായി നിന്നത്. അതായത് ഈ സമ്മേളനത്തിന്റെ ഹൈലൈറ്റായി ഇന്ത്യ നിർത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളം.